ഹലോ എവ്രി വൺ, വെൽക്കം ടു ദിഷ അക്കാഡമി. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് പുതിയൊരു ടോപ്പിക്കിനെ പറ്റിയിട്ട് സംസാരിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ SSCയുടെ കലണ്ടർ വന്ന കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും. SSC കലണ്ടർ 2025-26 ആണ് റിലീസ് ആയിട്ടുള്ളത്. അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്താണ്, ഇനി പഠിക്കാനുള്ള ടൈമാണ്. നിങ്ങളുടെ ഏതാണോ നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ചോയ്സ് ആയിട്ടുള്ള എക്സാം എന്ന് മനസ്സിലാക്കി നിങ്ങൾ എന്ത് ചെയ്യുക, അതിനനുസരിച്ച് പഠിച്ചു തുടങ്ങുക എന്നുള്ളൊരു കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ അതിനു വേണ്ടിയായിട്ട് നമ്മുടെ SSCയിൽ തന്നെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ കീഴിൽ വരുന്ന ഏറ്റവും ബെസ്റ്റ് 2 എക്സാമുകൾ, ഏറ്റവും നല്ല പോസ്റ്റിലേക്ക് നല്ല സാലറി ഉള്ള നല്ല കരിയർ ഗ്രോത്ത് കാണിക്കുന്ന 2 എക്സാമുകൾ എടുത്തു വെച്ചിട്ട് ഒരു കമ്പാരിസൺ ചെയ്ത് നിങ്ങൾ എങ്ങനെ അതിലേക്ക് എത്തണം, നിങ്ങൾക്ക് കുറച്ചു പേർക്ക് മനസ്സിലായില്ല എങ്കിൽ അതെങ്ങനെയാണെന്നുള്ള ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് തന്നെ. അപ്പൊ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. ഇപ്പൊ ഏതൊരു എക്സാമിന് പഠിക്കുമ്പോഴും ഏറ്റവും ടോപ്പ് മോസ്റ്റ് എക്സാമിന് വേണ്ടി നമ്മൾ പഠിക്കുമ്പോൾ അതിനനുസരിച്ച് ബാക്കി എല്ലാ എക്സാമും നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിൽക്കുന്ന 2 എക്സാമുകളാണ് CHSL-ഉം CGL-ഉം. അതിനുവേണ്ടി പഠിക്കുകയാണ് നിങ്ങളെങ്കിൽ ബാക്കിയുള്ള എല്ലാ സ്റ്റാഫ് സെലക്ഷന്റെ എക്സാംസുകൾക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായ രീതിയിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ക്ലിയർ ചെയ്ത് പോകാനായിട്ട് പറ്റും. അപ്പൊ ആ ഒരു കാര്യമാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. എന്തായാലും SSC CGL വേഴ്സസ് SSC CHSL-നെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നൊരു വീഡിയോ ചെയ്യുന്നത് തന്നെ. അപ്പൊ നമുക്കറിയാം നമ്മുടെ +2 യോഗ്യതയിലുള്ള എക്സാം, +2 ആണല്ലേ, +2 യോഗ്യതയിലുള്ള എക്സാമിനേഷൻ ആണ് CHSL, കമ്പൈൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷൻ എന്ന് പറയുന്നത്. അതേസമയം CGL എന്ന് പറയുന്നത് കമ്പൈൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ ആണ്, നമ്മുടെ ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ ആണ് CGL എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. CGL കൂടുതൽ, അപ്പൊ നമ്മൾ നോക്കുമ്പോൾ CGL ആണ് ഏറ്റവും കൂടുതൽ നല്ല പോസ്റ്റുകളിലേക്ക് നമുക്ക് എൻട്രി കിട്ടുന്ന ഓഫീസർ പോസ്റ്റിംഗിലേക്കാണ് ഏത് വരുന്നത്, CGL വരുന്നത്. അതേസമയം CHL ആവുമ്പോൾ നമ്മുടെ അസിസ്റ്റന്റ് ടൈപ്പ് ഓഫ് പോസ്റ്റിംഗ് ആണ്, അസിസ്റ്റന്റ്, ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ എന്നുള്ള രീതിയിലുള്ള അസിസ്റ്റന്റ് ടൈപ്പ് ഓഫ് പോസ്റ്റുകളാണ് CHSL വരുന്നത്. എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ രണ്ടിന്റെ എക്സാംസുകൾ എങ്ങനെയാണ്, സെയിം സിലബസ് ആണ്, എല്ലാം എന്താണ് ഏകദേശം എക്സാം പാറ്റേണും എല്ലാം എടുത്തു നോക്കുകയാണെങ്കിൽ സെയിം ആണ്. പക്ഷെ നമുക്കറിയാം അതിന്റെ ഒരു വെയിറ്റേജ് അല്ലെങ്കിൽ അതിന്റെ ആ ഒരു സിലബസ് വന്നിരിക്കുന്ന ആ ഒരു ലെവൽ എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ ഡിഫറൻസ് കാണും. ഒന്ന് +2 ഒന്ന് ഡിഗ്രി ആയതുകൊണ്ട് എന്ന് വിചാരിച്ച് നമ്മൾ എഴുതും. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ നടക്കുന്ന ഒരു എക്സാമിനേഷൻ ആണ് ഏതെന്ന് പറയുന്നത്, CHSL എക്സാമിനേഷൻ എന്ന് പറയുന്നത്. കാരണം എന്താ, CHSL എന്ന് പറഞ്ഞാൽ +2 യോഗ്യതയാണ്. +2 യോഗ്യതയാണെങ്കിൽ ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്തുകൂടെ, ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം, പോസ്റ്റ് ഗ്രാജുവേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം, ആർക്ക് വേണോ അപ്ലൈ ചെയ്യാം. അപ്പൊ അവിടെ എന്താണ്, കോമ്പറ്റീഷൻ ഏറ്റവും കൂടുതൽ കാണിക്കുന്നത് ഏതിലായിരിക്കും, CHSL ആയിരിക്കും. ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ ഉണ്ട് എന്ന് മനസ്സിലാക്കിയാൽ എന്താണ് അതിന്റെ അർത്ഥം തന്നെ, ഏറ്റവും കൂടുതൽ കട്ട് ഓഫും ഏറ്റവും കൂടുതൽ ആളുകൾ അതിനുവേണ്ടി മത്സരിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ടഫ് ലെവൽ ഓഫ് എക്സാമിനേഷൻ ആയിരിക്കും ഏതിൽ വരുന്നത്, CHSL-ൽ വരുന്നത്. പക്ഷേ ഏറ്റവും കൂടുതൽ അത്യാവശ്യം നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമ്മളെ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ജോബുകളിലേക്ക് കൊണ്ടെത്തിക്കുന്ന എക്സാമിനേഷൻ ഏതാണ്, CGL ആണ്. രണ്ടും നമുക്ക് എന്താണ്, ഒന്നിൽ ഒന്ന് മെച്ചമെന്ന് തന്നെ നമുക്ക് പറയാം. ഒന്ന് ഓഫീസർ റാങ്കിങ്ങും ഒന്ന് അസിസ്റ്റന്റ് റാങ്കിങ്ങും ആണ്, അതിനനുസരിച്ചുള്ള സാലറി പാക്കേജ് ആണ്. പക്ഷേ എക്സാമുകൾ വരുമ്പോൾ എന്താണ്, രണ്ടും ഒന്നിനൊന്നിന് മെച്ചമായിട്ട് തന്നെയാണ് വരുന്നത്. കാരണം എക്സാം അത്രത്തോളം ടഫായിട്ട് തന്നെയാണ് വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, എപ്പോഴും പഠിക്കുമ്പോൾ CGL ഓറിയന്റഡ് ആയിട്ടുള്ള ലെവലിൽ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, CHSL, MTS, ബാക്കിയുള്ള എന്ത് വന്നാലും സ്റ്റെനോഗ്രാഫർ ഉൾപ്പെടെയുള്ള ഏത് പോസ്റ്റിലേക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു കാര്യമാണ്. നിങ്ങൾക്ക് ആ ഒരു കോൺഫിഡൻസ് തരുമെന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. നമുക്ക് ഏറ്റവും മെയിൻ ആയിട്ടുള്ള എക്സാമിനേഷൻ എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുക, ഏറ്റവും ടോപ്പിൽ നിന്ന് പഠിച്ചു തുടങ്ങുക, അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ കട്ട് ഓഫ് വയ്ക്കുമ്പോൾ ഏറ്റവും ടോപ്പ് റേഞ്ചിൽ കട്ട് ഓഫ് വയ്ക്കുക. അതിന്റെ അകത്ത് വെക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, നമ്മുടെ സേഫ് സ്കോറും അതിനനുസരിച്ച് എന്ത് ചെയ്യത്തുള്ളൂ, വരുവുള്ളൂ. അപ്പൊ ആ ഒരു രീതിയിൽ തന്നെ പഠിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. CGL-ഉം CHSL-ഉം ഈക്വലി എന്താണ്, എക്സാമിന്റെ പാറ്റേൺ എടുത്ത് നോക്കുകയാണെങ്കിൽ ഡിഫറെന്റ് ആയിട്ടാണെങ്കിൽ പോലും രണ്ടിനും സെയിം ലെവൽ ഓഫ് എന്താണ്, ഒരു ലെവലാണ്. ആ ഒരു ലെവൽ എന്ന് പറയുന്നത് എന്തായിരിക്കും, എപ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് എത്താൻ പറ്റാത്ത ഒരു രീതിയിലുള്ള ഒരു വാസ്റ്റ് സിലബസ് എടുത്തു വെച്ചിട്ടാണ് അവർ അത് എന്ത് ചെയ്യുന്നത്. അപ്പൊ എത്രത്തോളം നിങ്ങൾ പ്രിപ്പറേഷൻസ് ചെയ്താൽ മാത്രമേ ഈ 2 എക്സാമും നിങ്ങൾക്ക് ക്വാളിഫൈ ആവൂ എന്നുള്ളൊരു കാര്യമാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അപ്പൊ എന്താണ് അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം, എന്തൊക്കെയാണ് അത് തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്നുള്ള രീതിയിൽ പറയാം. നിങ്ങൾക്ക് അറിയാം SSC CGL-ഉം CHSL-ഉം 2 മെയിൻ എക്സാമിനേഷനും അടുത്തടുത്ത സമയം, രണ്ടും നമുക്ക് എന്ത് ചെയ്യാം, ഈക്വലി കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കാരണം CGL-ന് വേണ്ടി പഠിക്കുന്നവർ എന്തായാലും CHSL-നും എന്ത് കിട്ടും, നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ആൾക്കാരാണ്. CGL എന്ന് പറയുന്ന ഒരു ലെവലിൽ എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ആ ഒരു മൈൻഡ് തന്നെയാണ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഏറ്റവും ടോപ്പ്, അല്ലാതെ താഴെ കിടക്കുന്ന ഒരു എക്സാം എടുത്തു വെച്ച് പഠിക്കുക എന്നുള്ളതല്ല. ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന എക്സാം പഠിച്ചിട്ട് ബാക്കിയുള്ള എല്ലാ എക്സാംസും ക്ലിയർ ചെയ്ത് വരിക. നമുക്ക് അതിന്റെ അഡ്ജസ്റ്റ് ഒരു എന്താണ്, ഇപ്പൊ നമ്മൾ തുടക്കക്കാരാണെങ്കിൽ പോലും അതിന്റെ ഒരു സൈഡ് വഴി എങ്കിലും നമുക്ക് പോകാൻ പറ്റുന്നത് എങ്ങനെയാണ്, ആ ഒരു എൻട്രിയിലേക്ക് നമ്മൾ എത്തണം. ആ ഒരു ടൈപ്പ് ഓഫ് എന്താണ്, നമുക്ക് ആ ഒരു ഡോർ സ്റ്റെപ്പിലെങ്കിലും എത്താൻ പറ്റുന്നത് എങ്ങനെയാണ്, ആ ഒരു രീതിയിലുള്ള മൈൻഡ് സെറ്റ് നിങ്ങൾ ഉണ്ടാക്കി
എടുത്തെങ്കിൽ മാത്രമാണ്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക. SSC CGL നോട്ടിഫിക്കേഷൻ ആണ് ആദ്യം വരാൻ പോകുന്നത്. ഏപ്രിൽ മെയ്യിൽ എന്ത് വിളിക്കും? CGL വിളിക്കും. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താണ് അറ്റൻഡ് ചെയ്യുന്നത്? CGL ആണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ടത് എന്തിനെ തന്നെയാണ്? CGL തന്നെ ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഈ CGL ടയർ 1 എക്സാം ഡേറ്റ് വരുന്നത് എങ്ങനെയാണ്? ജൂൺ ജൂലൈ ആണ്. കൃത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 6 months ടൈം ഉണ്ട് നിങ്ങൾക്ക്. 6 മാസം കൊണ്ട് ഒരു സിലബസ് കവർ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ബിഗിനറിനെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ ഹാർഡ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. അല്ലെങ്കിൽ ഇത് എന്താണ് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു എക്സാം ഫേസ് ചെയ്യുന്നതെങ്കിൽ ഉറപ്പായിട്ടും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ഈ 2 എക്സാമിനേഷൻ എടുത്ത് നോക്കിയാൽ രണ്ടിനും എന്താണ് ഏകദേശം 6 മാസം സമയം തന്നെയാണുള്ളത്. CHSL നോട്ടിഫിക്കേഷൻ മെയ് ജൂൺ, ഇത് കഴിഞ്ഞിട്ടാണ് ഏത് വരുന്നത്? CHSL വരുന്നത്. അപ്പൊ CGL കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾക്ക് CHSL വേണ്ടിയും എക്സാമിന് വേണ്ടി എന്ത് ചെയ്യാം? ആ ഒരു ലെവൽ ഓഫ് ഇത് കൊടുത്ത് തന്നെ നിങ്ങൾക്ക് പഠിക്കാം. അത് ഒന്നാമത്തെ കാര്യമാണ്. നമുക്ക് ആദ്യത്തെ എക്സാം CGL ആണെങ്കിലും CGL നമുക്ക് അത്രത്തോളം പെർഫോം ചെയ്യാൻ പറ്റില്ലെങ്കിൽ അത്രത്തോളം നമുക്ക് എവിടെ പെർഫോം ചെയ്യാം? CHSL പെർഫോം ചെയ്യാം. പക്ഷെ അതിനൊക്കെ ഓരോ കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി ഇരിക്കേണ്ടതാണ്. അപ്പോൾ അത് മനസ്സിലാക്കുക. 6 മാസത്തിന്റെ സമയത്തിനുള്ളിൽ നിങ്ങൾ എങ്ങനെയും സിലബസ് കവർ ചെയ്യുക എന്നുള്ളൊരു കാര്യം പെട്ടെന്ന് പറ്റുന്ന ഒരു സംഭവമല്ല. പക്ഷെ നമ്മൾ അതിന് വേണ്ടിയായിട്ട് നിങ്ങൾ ടൈം സ്പെൻഡ് ചെയ്യുന്നു. 6 മാസം ഈസ് എനഫ് എന്ന് പറയാൻ തന്നെ നമുക്ക് പറ്റും. അതിന് വേണ്ടിയായിട്ടുള്ള കൃത്യമായ രീതിയിൽ ടൈം ടേബിൾ സെറ്റ് ചെയ്ത് ഒരു നല്ല രീതിയിൽ, കാരണം ഒരു അത്യാവശ്യം ആവറേജ് ലെവൽ ഓഫ് അല്ലെങ്കിൽ നമുക്ക് എന്താണ് ഒരു ബേസ് നമ്മൾ സെറ്റാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു എക്സാമും ഈസിയാണ്. കാരണം PYQ സെഷൻസും ഒരുപാട് മോക്കുകളും അറ്റൻഡ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ സ്കോർ ലെവൽ കൂട്ടി തന്നെ വരാം. ഓരോ മാസം എടുത്ത് നമുക്ക് ഇത്ര ലെവൽ ഓഫ് മാർക്ക് കൂട്ടി തന്നെ വരാൻ പറ്റും. നടക്കുന്ന അല്ലെങ്കിൽ ഒരു പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ആരും എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് ടൈം ആണെന്ന് വിചാരിച്ചിട്ട് ഒരു പേടിയാണ്. നമുക്ക് എന്ത് ചെയ്യാം? അറ്റ്ലീസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? ടയർ 1 ആ ഒരു കട്ട് ഓഫ് റേഞ്ചിന്റെ അടുത്തെങ്കിലും എത്താൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. പറ്റില്ല എന്നുള്ളൊരു ആ ഒരു രീതിയിൽ നമ്മൾ എന്ത് ചെയ്താലും ഒരിക്കലും എഴുതി തള്ളരുത്. നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക? ആ മാർക്കിന്റെ അടുത്ത് എത്തും എന്നുള്ള ഉറപ്പിൽ തന്നെ എഴുതുക. നിങ്ങൾ ഇപ്പോഴേ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കുക, നെഗറ്റീവ്സ് വരരുത്. നിങ്ങളുടെ ഒരുപാട് എത്ര ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്താലാണ് എനിക്ക് ഇത്ര മാർക്ക് കിട്ടുക എന്നുള്ളതൊക്കെ ഇപ്പോഴേ സെറ്റ് ചെയ്ത് വരേണ്ടതാണ്. നമുക്ക് ചിലപ്പോൾ എക്സാംസ് ക്ലിയർ ചെയ്യാൻ പറ്റുന്നത് ചിലപ്പോൾ 1-2 വർഷം കഴിഞ്ഞിട്ടാവും. അതൊന്നും നമുക്ക് എന്ത് ചെയ്യുക? നമ്മൾ ഒരിക്കലും തളർത്തേണ്ട ഒരു കാര്യമല്ല. നമുക്ക് മാക്സിമം നമ്മൾ എപ്പോഴും കൊടുക്കുക. ഈ ഒരു 6 മാസം നിങ്ങൾ മാക്സിമം നിങ്ങൾ ഇട്ട് കൊടുത്തു നോക്കുക. നിങ്ങളിപ്പോൾ ക്ലിയർ ചെയ്യുക അല്ലെങ്കിൽ അതിൻ്റെ അടുത്തെങ്കിലും എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് ബാക്കിയുള്ള ഏത് എക്സാം, ഇത് ഫസ്റ്റ് എക്സാം CGL ആണെങ്കിൽ ബാക്കിയുള്ള ഏതെങ്കിലും ഒരു എക്സാമിൽ നിങ്ങളുടെ പേരുണ്ടായിരിക്കും. നിങ്ങളുടെ റാങ്ക് ലിസ്റ്റിൽ നിങ്ങൾക്ക് പേരുണ്ടായിരിക്കും. അപ്പൊ CGL വേണം എന്ന് വെച്ച് പഠിക്കുന്നവരാണെങ്കിൽ അതനുസരിച്ച് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പൊ ആരും ഒരു രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്? ഒരു വിട്ടുവീഴ്ച കാണിക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യുക? മാക്സിമം നിങ്ങളുടെ എഫേർട്ടിൽ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. CGLന്റെയും CHSLന്റെയും ആ ഒരു മാസക്കണക്കെന്ന് പറഞ്ഞാൽ സെയിം ആണ്. രണ്ടും നമുക്ക് ഈക്വലി ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിച്ചു തുടങ്ങാം. ഏജ് കാറ്റഗറി നോക്കിക്കോളാം. 18 to 32 years വരെ ഉള്ളവർക്ക് CGL അപ്ലൈ ചെയ്യാം. ഏറ്റവും മുതിർന്ന ആൾക്കാരാണ് എന്തിനോട്ട് അപ്ലൈ ചെയ്യുന്നത്? CGL എന്ന് പറഞ്ഞൊരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നത്. ഓരോ പോസ്റ്റ് അനുസരിച്ചും ഇതിന്റെ ഏജ് കാറ്റഗറി മാറുകയാണ് ചെയ്യുന്നത്. 18 to 27, 18 to 30 ഉണ്ട്, 18 to 32 ഉണ്ട്. അത് ഓരോ പോസ്റ്റ് അനുസരിച്ച് ഡിഫറെന്റ് ആണെന്ന കാര്യം മനസ്സിലാക്കുക. ഇനി ഇതിനകത്ത് വരുന്ന പോസ്റ്റുകൾ മനസ്സിലാക്കുക. നമുക്കറിയാം ഓഫീസർ റാങ്കിങ് ആണ് ഇത് വരുന്നത്, CGL വരുന്നത്. അതുകൊണ്ടാണ് എല്ലാവരും അത് തന്നെ ആഗ്രഹിക്കുന്നത്. ഭയങ്കരമായിട്ടുള്ള നമുക്ക് എന്താണ് ഏറ്റവും നല്ല പോസ്റ്റുകളിലേക്കുള്ള എൻട്രി ആണ് ഏതെന്ന് പറഞ്ഞാൽ CGL എന്ന് പറയുന്നത്. അത് ഭയങ്കരമായിട്ടുള്ള പവർഫുൾ പോസ്റ്റുകളായിട്ടുള്ള ഏതൊക്കെയാണ്? നമ്മുടെ ഓഡിറ്റ് ഓഫീസർ എന്ന് പറഞ്ഞ പോസ്റ്റ് ഉണ്ട്, ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന പോസ്റ്റ് ഉണ്ട്, എൻഫോഴ്സ്മെന്റ് ഓഫീസർ ഉണ്ട്, ജൂനിയർ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ ഉണ്ട്, എക്സൈസ് ഡിപ്പാർട്ട്മെന്റ്, ഇൻകം ടാക്സ് ഓഡിറ്റർ, അതുപോലെ തന്നെ അപ്പർ ഡിവിഷൻ. അതായത് B&C പോസ്റ്റുകൾ എന്ന് പറയും. B&C പോസ്റ്റുകളിലേക്ക് മിനിസ്റ്റീരിയൽ ആയിട്ടുള്ള നോൺ ഗസറ്റഡ് പോസ്റ്റുകളിലേക്കാണ് ഇത് നമുക്ക് കിട്ടുന്നത്. ഈ ഒരു എൻട്രി സ്കീമുകളുണ്ട്. നോൺ ഗസറ്റഡ് ആൻഡ് ഗസറ്റഡ് പോസ്റ്റുകളുണ്ട്. അതെന്ന് പറയുന്നത് നമുക്ക് മിനിസ്റ്റീരിയൽ എൻട്രി തന്നെയാണ്. ഓരോ മിനിസ്റ്റീരിയൽ ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. നമുക്ക് എത്ര മിനിസ്ട്രി ഉണ്ടെന്ന് നിങ്ങൾക്ക് അറിയാം. കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി ഉണ്ട്, അതുപോലെ റൂറൽ ഡെവലപ്മെന്റ്, അങ്ങനെയുള്ള പല ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. ചൈൽഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റ്, വിമൺ ആൻഡ് എന്റർപ്രനർഷിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ്സിലെല്ലാം ഓരോ വാക്കൻസീസ് വെച്ചായാലും ഏത് വിളിക്കാറുണ്ട്? CGL ആയാലും CHSL ആയാലും രണ്ടും എന്താണ്? ഒരേ ഓഫീസർ എൻട്രി തന്നെയാണ്. ഓഫീസർ ഇതെന്ന് പറഞ്ഞാൽ ഓഫീസർ കുറച്ചും കൂടെ ഹയർ റാങ്കിങ് ആണ്. അതേസമയം CHSL എന്ന് പറയുമ്പോൾ ഒരു അസിസ്റ്റന്റ് റാങ്കിങ്ങിലായിരിക്കും. നമ്മുടെ LDC ഒക്കെ നടത്തുന്ന പോലെ LDC, JSO എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അല്ലാത്ത ഒരു രീതിയിലുള്ള എക്സാമിനേഷൻ ആണ് ഏത് വരുന്നത് കണ്ടോ? ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, ലോവർ ഡിവിഷൻ ക്ലർക്ക്, ഇതൊക്കെയാണ് ഏതിൽ വരുന്നത്? CHSL വരുന്നത്. അതിന്റെ പോസ്റ്റുകളുണ്ട്. 4 പോസ്റ്റുകളാണ് മെയിൻ ആയിട്ട് വിളിക്കാറുള്ളത്. ലോവർ ഡിവിഷൻ ക്ലർക്ക് LDC പോസ്റ്റ്, JSO പോസ്റ്റ്, ജൂനിയർ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്. നമുക്ക് യൂണിവേഴ്സിറ്റി സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്നൊക്കെ പറയുന്ന പോലത്തെ പോസ്റ്റ് തന്നെയാണ് CHSL വരുന്നത്. പിന്നെ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ ആർക്കും വേണോ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളതാണ് ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ. പോസ്റ്റൽ അസിസ്റ്റന്റ്, സോർട്ടിംഗ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ഇത്രയും പോസ്റ്റുകളാണ് മെയിൻ ആയിട്ട് വരുന്നത്.
വരുന്നത്. നോർമലി വിളിക്കുന്നത് ഈ ആദ്യം കിടക്കുന്ന 3 പോസ്റ്റുകളാണ് എപ്പോഴും കൂടുതലായിട്ട് വിളിച്ചിട്ടുള്ളത് അവർ. അപ്പോൾ നമുക്കറിയാം സാലറി വരുന്നത് ശരിക്കും പറഞ്ഞാൽ പേ സ്കെയിൽ 4ഉം പേ സ്കെയിൽ 2യിലുമാണ് വരുന്നത്. അത് ഏകദേശം പേ സ്കെയിൽ 4 ആണെങ്കിൽ 35,000 to 81,000 വരെ കിട്ടുന്ന സാലറിയാണ്. നല്ല സാലറി പാക്കേജ് ആണ്. എപ്പോഴും നമുക്ക് കേന്ദ്ര ഗവൺമെന്റ് ഏതൊരു ജോലി എടുത്താലും അത്യാവശ്യം നല്ലൊരു ഗുഡ് സാലറി നമ്മുടെ കയ്യിൽ തന്നെ കിട്ടും. 50,000 ഒരു മിനിമം എന്നുള്ള റേഞ്ചിൽ തന്നെ നമുക്ക് പറയാൻ പറ്റും. ഏറ്റവും ടോപ്പ് എന്ന് പറയുന്നത് ഇത് വേണ്ടോ 4th പേ സ്കെയിലാണ്. 4th പേ സ്കെയിൽ ആകുമ്പോൾ ഏകദേശം 80,000 അടുപ്പിച്ചാണ് നിങ്ങൾക്ക് സാലറി വരുന്നത്. സാലറി സെക്കൻഡ് പേ സ്കെയിലിൽ എത്രയാണെന്ന് കണ്ടോ 50,000 കൂടുതൽ 63,000 അടുപ്പിച്ച് പേ സ്കെയിലിംഗ് ഉണ്ട്. അപ്പൊ ഇത് ഓരോ എക്സാം അനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യും ആ സാലറി പാക്കേജിൽ മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇവിടെ ആണെങ്കിൽ നോക്കിയേ സാലറി പേ സ്കെയിൽ എന്ന് പറയുന്നത് 7654 എന്ന് പറയുന്ന ഇത്രയും കാറ്റഗറി ഉണ്ട്. അതായത് അത്രയും രീതിയിലുള്ള ജോബാണ് അതിനകത്ത് വരുന്നത്. 4, 5, 6, 7 എന്നുള്ള രീതിയിലാണ് അത് നിൽക്കുന്നത്. 7 ആണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് പേ സ്കെയിൽ 7ലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന സാലറി 1 ലക്ഷത്തിൽ മുകളിലാണെന്നുള്ള ഒരു കാര്യം എപ്പോഴും ആലോചിക്കുക. അതാണ് ഇവിടെ ഒരു മിനിമം റേഞ്ച് എന്ന് പറയുന്നത്. ഒരു 35,000 നിന്ന് തുടങ്ങി 4th പേ സ്കെയിൽ എന്ന് പറഞ്ഞാൽ 35,000 നിന്ന് തുടങ്ങി ഏകദേശം 1,50,000 അടുപ്പിച്ച് നിൽക്കുന്ന സാലറി പാക്കേജിങ് വരെ ഏതെത്തും നമ്മുടെ CGLന്റെ പോസ്റ്റുകൾ എത്തും എന്നുള്ളൊരു കാര്യമല്ലേ. കാരണം എക്സൈസ് ഇൻസ്പെക്ടർ ഉണ്ട്, ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ ഉണ്ട്, എല്ലാം ഇൻസ്പെക്ടേഴ്സ് പോസ്റ്റുകളാണ് കേട്ടോ. CBIയിലുള്ള ഇൻസ്പെക്ടർ പോസ്റ്റ് ഉണ്ട്. ഇതെല്ലാം വരുന്ന ഏതിലാണ് CGLാണ്. ഭയങ്കരമായിട്ടുള്ള വളരെ വാല്യൂബിൾ ആയിട്ടുള്ള പോസ്റ്റുകളാണ് ഏതിൽ തരുന്നത് CGL വഴി തരുന്നത്. അപ്പൊ അങ്ങനത്തെ എക്സാംസുകൾ നിസ്സാരമാക്കോ ഒരിക്കലും ഇല്ല. ഇത് എങ്ങനെയാണ് അങ്ങനത്തെ എൻട്രി പോസ്റ്റ് ആണ്. അപ്പൊ 2 എക്സാമുകളും ഏറ്റവും കിടിലമായിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് സെൻട്രൽ ഗവൺമെന്റിന്റെ കീഴിൽ വരുന്ന നല്ല പവർഫുൾ ആയിട്ടുള്ള മിനിസ്റ്ററിയൽ പോസ്റ്റുകളിലേക്കാണ് ഇത് അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എക്സാംസും അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യും ടഫായിട്ട് തന്നെ ആയിരിക്കും വരുന്നത്. ഏറ്റവും യോഗ്യരായിട്ടുള്ള ആൾക്കാരെ മാത്രമേ അവർ എടുക്കാൻ തയ്യാറാവൂ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു റേഞ്ച് ഓഫ് പോസ്റ്റിൽ നമ്മൾ എത്തണമെങ്കിൽ എത്രത്തോളം ഹാർഡ് വർക്ക് ആയിട്ട് നമ്മൾ പേഷ്യൻസ് കൊടുത്ത് നമ്മൾ അതിനു വേണ്ടി പഠിക്കണം എന്നുള്ള ഒരു കാര്യമാണ്. അപ്പൊ നിങ്ങൾക്ക് പറ്റുന്ന കാര്യമാണ്, ഒരിക്കലും ഒരാളെ കൊണ്ടും സാധിക്കാത്ത കാര്യമല്ല. ഇപ്പൊ ചിലപ്പോൾ ഫസ്റ്റ് ടൈമിൽ നമുക്ക് ചിലപ്പോൾ സാധിച്ചെന്ന് വരത്തില്ല. പക്ഷെ നിങ്ങൾ കണ്ടിന്യൂസ്ലി എന്ത് ചെയ്യുക, അതിനുവേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത് എന്ത് ചെയ്യുക, വർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക തന്നെ വേണം എന്നുള്ളൊരു കാര്യം ആലോചിക്കുക. CGL വേഴ്സസ് CHSL 6 മാസത്തിന്റെ ടൈം നിങ്ങൾ ഒരിക്കലും വിട്ടുകളയരുത്. അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ട് തന്നെ നോക്കുക. നമുക്ക് നോക്കാം എങ്ങനെയാണ് എക്സാം പാറ്റേൺ വരുന്നത് എന്നുള്ളൊരു കാര്യം. 2 എക്സാം ആയാലും ഇപ്പം CGLനാണ് നിങ്ങൾ മുൻതൂക്കം കൊടുക്കുന്നതെങ്കിലും നിങ്ങൾക്ക് CHSLും ക്ലിയർ ചെയ്യാം. CHSLനും എന്താണ് ഇപ്പം CHSL അല്ല, ഇപ്പം CHSLനെക്കാളും താഴത്തെ പോസ്റ്റുകളാണ് കിട്ടുന്നതെങ്കിൽ അതായാലും ഓക്കെ ആണെന്ന് വിചാരിക്കുക. ഏതെങ്കിലും ഒരു എക്സാം ഫസ്റ്റ് നമ്മൾ ക്ലിയർ ആവാനുള്ള ഒരു മൈൻഡ് സെറ്റാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. നമുക്ക് എങ്ങനെയെങ്കിലും ഒരു ജോലി എന്നുള്ളൊരു സംഭവം മാത്രമേ നമ്മൾ ആലോചിക്കാവൂ. ജോലിയാണ് നമുക്ക് ഇന്നത്തെ കാലത്ത് ഏറ്റവും ആവശ്യം. അത് സെൻട്രൽ ഗവൺമെന്റ് കീഴിലുള്ള ഏതൊരു ജോബ് ആയാലും അതിന് അതിൻ്റെതായ ഇമ്പോർട്ടൻസും ഉണ്ട്, അതിന് അതിൻ്റെതായ സാലറി പെർക്സും ഉണ്ട്. അപ്പൊ അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, വർക്ക് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. അപ്പൊ എന്തായാലും നമ്മുടെ CHSLന്റെയും CGLന്റെയും ടയർ 1 നോക്കി നമുക്കറിയാം. ടയർ 1 ടയർ 2 ഒക്കെ സെയിം ആണ്. രണ്ടിനും എന്തുണ്ട്, ടയർ 1ഉം ഉണ്ട് ടയർ 2ഉം ഉണ്ട്. അപ്പൊ പഠിക്കുന്നവർക്ക് 2 ഒരുമിച്ച് പഠിക്കാം. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കുക CHSL ആണെങ്കിൽ ആർക്കെ എഴുതാൻ പറ്റൂ, പ്ലസ് ടു ഉള്ളവർക്കാണ് എഴുതാൻ പറ്റുന്നത്. CGL പക്ഷെ ഡിഗ്രി ഉള്ളവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു പോരായ്മയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ CHSLനാണ് ഏറ്റവും കൂടുതൽ കോമ്പറ്റീഷൻ വരുന്നത്. കാരണം ഡിഗ്രി ഉള്ളവർക്കും ബാക്കി എന്തുള്ളവർക്കും എന്തിന് അപ്ലൈ ചെയ്യാം, നമ്മുടെ CHSLന് വേണ്ടി അപ്ലൈ ചെയ്യാം. പക്ഷെ CHSLന് 18 to 27 ഇയേഴ്സ് വരെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ അതിന്റെ കൂടെ എന്തൊക്കെ ഉണ്ട്, റിലാക്സേഷൻ ഉള്ള കാര്യം നിങ്ങൾ ആരും മറക്കരുത്. SC/STക്ക് 5 വർഷത്തിന്റെ റിലാക്സേഷൻ, OBCക്ക് 3 വർഷത്തിന്റെ റിലാക്സേഷൻ, PWD കാറ്റഗറീസിനാണെങ്കിൽ 10 വർഷം അടുപ്പിച്ച് റിലാക്സേഷൻ ഉണ്ട്. അതൊക്കെ അതിന്റെ സൈഡിൽ കൂടെ നടക്കും. പക്ഷെ നമ്മൾ ഈ കോമ്പറ്റീഷൻ വേൾഡിൽ ഇങ്ങനെ തന്നെയാണ് നടക്കുന്നത് എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കി നമ്മൾ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക, ജോലി മേടിക്കുക എന്നുള്ളൊരു കാര്യം തന്നെ ചിന്തിക്കുക. എന്തായാലും CHSL ടയർ 1ഉം CGL ടയർ 1ഉം സെയിം സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. സെയിം 100 ക്വസ്റ്റ്യൻസ് 200 മാർക്കിന്, 100 ക്വസ്റ്റ്യൻസ് 200 മാർക്കിന് എന്നുള്ളൊരു കാര്യം തന്നെയാണ് വരുന്നത്. 100 × 2 ആണ് എന്തെന്ന് പറയുന്നത്. അതിന്റെ കറക്റ്റ് മാർക്കിന് 2 മാർക്കും, നെഗറ്റീവ് എത്രയാണ്, അര മാർക്ക് വെച്ചാണ് നെഗറ്റീവ് പോകുന്നത്. 2 ക്വസ്റ്റ്യൻ തെറ്റിയാൽ 1 മാർക്ക് പോകും എന്നുള്ള രീതിയിലാണ് പോകുന്നത്. ഒരു ക്വസ്റ്റ്യന് അര മാർക്ക് വെച്ചാണ് പോകുന്നത്. 2 മാർക്കാണ് കറക്റ്റ് ആൻസറിന്, അര മാർക്കാണ് ഒരു ക്വസ്റ്റ്യൻ തെറ്റിക്കഴിഞ്ഞാൽ. അപ്പോൾ തെറ്റിക്കഴിഞ്ഞാൽ അര മാർക്ക് പോകും എന്നുള്ള രീതിയാണ്. രണ്ടിനും എത്രയാണ്, 100 ക്വസ്റ്റ്യൻസ് 200 മാർക്ക്, 100 ക്വസ്റ്റ്യൻസ് 200 മാർക്ക്. ഉണ്ടോ? ഏതൊക്കെയാണ് സബ്ജക്റ്റ്? മെയിൻ സബ്ജക്റ്റുകൾ തന്നെയാണ്. റീസണിങ് ഈക്വൽ കോൺട്രിബ്യൂഷൻ ആണ് എല്ലാ സബ്ജക്റ്റിനും. CHSLനും CGLനും ഈക്വൽ കോൺട്രിബ്യൂഷൻ ആണെന്ന കാര്യം മനസ്സിലാക്കുക. അപ്പൊ രണ്ടിനും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒത്ത് തന്നെ പഠിച്ചു പോവാ എന്നുള്ള ഒരു കാര്യമാണ് പറയണത്. ജനറൽ അവയർനെസ് ഉണ്ട് 25 ക്വസ്റ്റ്യൻസ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് മാത്സ് ഉണ്ട് 25, ഇംഗ്ലീഷ് ഉണ്ട് 25. ഈ 4 സബ്ജക്റ്റിന് നമ്മൾ ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഈ 6 മാസം നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു സബ്ജക്റ്റിന് മാത്രം ഇമ്പോർട്ടൻസ് കൊടുക്കാതെ എല്ലാ സബ്ജക്റ്റും ഈക്വലി ഡിവൈഡ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക.
ഇംഗ്ലീഷ് പഠിക്കുക, ഇംഗ്ലീഷൊക്കെ എളുപ്പമാണെന്ന് വെച്ച് മാറ്റി വെക്കാണ്ട് ഡെയിലി ഇംഗ്ലീഷിന്റെ വൊക്കാബ് സെക്ഷൻസ് എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്ത് എന്നെ പോകാനായിട്ട് പഠിക്കുക. എന്ന് വെച്ചാൽ ദിവസവും ഇത്ര വൊക്കാബ്സ് നിങ്ങൾ പഠിക്കും എന്നുള്ളൊരു മെന്റാലിറ്റി ഉണ്ടാക്കിയെടുക്കുക. GK ഇത്രയും കറണ്ട് അഫേഴ്സ് അല്ലെങ്കിൽ ഇത്രയും ടോപ്പിക്സ് ഞാൻ കവർ ചെയ്യുന്നുള്ളൊരു ഇതെന്ത് ചെയ്യുക, നിങ്ങളായിട്ട് ഉണ്ടാക്കിയെടുക്കുക. 6 മാസം എന്ന് പറഞ്ഞൊരു സമയം എന്ന് പറഞ്ഞാൽ പോകും. പക്ഷെ അത് കൃത്യമായി യൂസ് ചെയ്യണവർക്ക് മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, CGL അല്ലെങ്കിൽ CHSL എന്ന് പറഞ്ഞൊരു എക്സാം, ഇത്രയും വലിയൊരു എക്സാമിനേഷനാണ്, അത് ക്രാക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്കും പറ്റത്തുള്ളൂ. കാരണം എന്താണ്, അതിന്റെ കട്ട് ഓഫും കാര്യങ്ങളും എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം സീരിയസ് ആയിട്ടുള്ള ഒരു എക്സാമിനേഷനാണ് CHSL അല്ലെങ്കിൽ CGL എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും നിങ്ങൾ മനസ്സിലാക്കേണ്ട, CHSLന്റെയും CGLന്റെയും ടയർ 1 സെയിം ആണ്, പഠിക്കുന്നത് സെയിം സാധനങ്ങളാണ്, സെയിം സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. കുറച്ചും കൂടെ എന്തായിരിക്കും, ഡെവലപ്ഡ് ആയിരിക്കും. കാരണം ഇപ്പൊ +2 ലെവൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം +2 ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും CHSL വരുന്ന. ഡിഗ്രി ലെവൽ ആകുമ്പോൾ കുറച്ചും കൂടെ എന്തായിരിക്കും, കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. കുറച്ചും കൂടെ സെന്റൻസുകൾ വലുതാക്കി കുറച്ച് ഉള്ളിൽ നിന്നൊക്കെ ചോദിച്ച് അങ്ങനത്തെ ഒരു ലെവൽ ഓഫ് ക്വസ്റ്റ്യൻ ആയിരിക്കും. എന്തായാലും നമ്മൾ നോക്കുമ്പോൾ എന്താണ്, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. അതാണ് പറയുന്നത്, എപ്പോഴും CGL ഓറിയന്റഡ് ലെവലിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് CHSL ആയാലും MTS ആയാലും ഏതൊരു താഴെ കിടക്കുന്ന എക്സാംസ് ആയാലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും എന്നുള്ള കാര്യം ആലോചിക്കുക. അപ്പൊ ഇതിനൊക്കെ ഒരു വേണ്ടതായിട്ടുള്ള ഒരു ഗൈഡൻസ് നിങ്ങൾക്ക് അത്യാവശ്യമാണ്. SSC CGL എന്ന് പറയുന്ന ഒരു കോഴ്സ് നിങ്ങൾ എടുത്ത് പഠിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യത്തുള്ളൂ, അതിന്റെ കൃത്യമായ ഫൗണ്ടേഷൻസ് വഴി. കാരണം CGL ആണ് മെയിൻ എക്സാം, അത് പഠിച്ചു കഴിഞ്ഞാൽ വേറെ എല്ലാം കിട്ടാൻ ഈസിയാണ്. ആകെ ഒരു എക്സാം ആണ് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. ചിലപ്പോൾ CGLന്റെ കട്ട് ഓഫ് ഉയർന്നു വരും, പക്ഷെ ബാക്കിയുള്ള എക്സാംസിന്റെ കട്ട് ഓഫ് അത്യാവശ്യം നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും വരുന്നത്. പക്ഷേ എപ്പോഴും CGL എന്നൊരു ഫോക്കസ് ആണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ ബാക്കി എല്ലാ എക്സാംസും നിങ്ങൾക്ക് ഈസി ആയിട്ട് ഫീൽ ചെയ്യും. ആ ഒരു രീതിയിൽ നിങ്ങൾ ഡെവലപ്പ് ആവണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, SSC CGLന്റെ കോഴ്സസ് നിങ്ങൾ എന്ത് ചെയ്യുക, ഏത് ക്ലാസ്സസ് ആയാലും നിങ്ങൾക്ക് എവിടെയാണോ നിങ്ങൾക്ക് ഏറ്റവും പ്രിഫറബിൾ ആയിട്ട് തോന്നുന്നത് അത് പഠിക്കുക. എന്തായാലും ദിശ അക്കാഡമി എന്ത് ചെയ്യുന്നുണ്ട്, ഡിസംബർ 10 മുതൽ നമ്മുടെ ഓൺലൈൻ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓൺലൈൻ കോഴ്സും ഓഫ്ലൈൻ കോഴ്സും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഓൺലൈൻ കോഴ്സിന്റെ എന്ന് പറയുന്നത് ലൈവ് പ്ലസ് റെക്കോർഡഡ് സെഷൻസ് വരുന്നത് 8999 എന്ന് പറയുന്ന ഒരു രീതിയിലാണ് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണം, കൃത്യമായ രീതിയിൽ പാറ്റേൺ അനുസരിച്ച് എല്ലാ ടോപ്പിക്സും ഈക്വലി ഇമ്പോർട്ടൻസോടെ കവർ ചെയ്യുന്നു വന്ന GK ആയിക്കോട്ടെ, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, മാത്സ് ആയിക്കോട്ടെ, റീസണിങ് ആയിക്കോട്ടെ, എല്ലാത്തിൻ്റെയും ക്ലാസ്സസ് ഈക്വലി ഡിവൈഡ് ചെയ്തിട്ടാണ് നമ്മുടെ SSC CGL കോഴ്സ് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇപ്പോഴായിട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ, ജസ്റ്റ് സ്റ്റാർട്ടഡ് ആണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ 1 ഇയർ വാലിഡിറ്റി ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ അത് രീതിയിൽ പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ എക്സാംസിനും വേണ്ടി ഈ ഒരു കോഴ്സ് തന്നെ എന്താണ്, ധാരാളമാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നമ്മുടെ എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ അതിൻ്റെ ഓഫറും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യും, പറഞ്ഞു തരും. അപ്പോൾ എന്ത് ചെയ്യുക, എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്ത് പഠിച്ചു തുടങ്ങാനായിട്ട് ശ്രമിക്കുക. ഏതൊരു എക്സാമിനായാലും ഏറ്റവും ഫൗണ്ടേഷൻ എന്ന് പറയുന്ന രീതിയിൽ തന്നെ CGL പഠിച്ചു പോകാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ CGL ടയർ 2 എക്സാം പാറ്റേണും SSC CHSL ടയർ 2 എക്സാം പാറ്റേൺ എടുത്താലും സെയിം ആണ്. നിങ്ങൾ കാണുന്നത് പോലെ തന്നെയാണ്. രണ്ടിനും വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. എക്സാമിൽ വരുന്ന ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് മാത്രം മാറുമെന്നേ ഉള്ളൂ. അല്ലാണ്ട് നോക്കിക്കഴിഞ്ഞാൽ മാത്സിന്റെ എന്താണ് 30 ക്വസ്റ്റ്യൻസ്, റീസണിങ് 30 ക്വസ്റ്റ്യൻസ്, ഇത് രണ്ടും കൂടെ 60 ക്വസ്റ്റ്യൻ 180 മാർക്കാണ് സെക്ഷൻ 1 വരുന്നത്. സെക്ഷൻ 1 ഇതേ സെയിം സെക്ഷൻ ആണ് ഏതിലും വരുന്നത്, CHSLലും വരുന്നത്. മാത്സ് റീസണിങ് എത്രയാണ്, 60 ക്വസ്റ്റ്യൻസ് വീതം 180 മാർക്കാണ് അവിടെയും വരുന്നത്. നിങ്ങൾ ഈ കാണുന്നുണ്ടായിരിക്കും 30 60 ക്വസ്റ്റ്യൻ 180 1 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് എഴുതേണ്ടതാണ് ഫസ്റ്റ് സെഷൻ എന്ന് പറയുന്നത്. സെഷൻ തിരിച്ചിട്ടുണ്ട്. സെഷൻ 1 മാത്സ് റീസണിങ് 1 മണിക്കൂറാണ്, രണ്ടിലും സെയിം ആണ്. ഇനി പേപ്പർ സെക്ഷൻ 2 എന്ന് പറയുന്നത് മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷും GKയും ആണ്. ഇംഗ്ലീഷും GKയും അതിലെന്താണ് കുറച്ച് വ്യത്യാസം അവർ വരുത്തിയിട്ടുള്ളത്. ഇവിടെ എത്രയാണ്, 45ഉം 25 എന്നുള്ള രീതിയിൽ 70 ക്വസ്റ്റ്യൻ ആണ്, 70 ക്വസ്റ്റ്യൻസ്. രണ്ടാമത്തെ സെക്ഷൻ ടയർ 2 വരുമ്പോൾ നിങ്ങൾക്ക് വരുന്ന മാർക്കിംഗ് എന്ന് പറഞ്ഞാൽ 3 മാർക്കാണ് കറക്റ്റ് ആൻസറിന്. കറക്റ്റ് ആൻസറിന് 3 മാർക്ക്, 1 മാർക്ക് എന്താണ്, നെഗറ്റീവും ആണ്. നെഗറ്റീവ് 1 മാർക്കും 3 മാർക്ക് ഒരു കറക്റ്റ് ആൻസറിനുമാണ്. ആ ഒരു രീതിയിലാണ് നിങ്ങളുടെ മാർക്കിംഗ് സ്കീം പോകുന്നത്. അതിലെന്താണ്, ഇംഗ്ലീഷ് 45, ജനറൽ അവയർനെസ് 25. ഇതേസമയം CHSL എടുക്കുമ്പോൾ 40 20 എന്നുള്ള രീതിയിലാണ്, 60 ക്വസ്റ്റ്യൻസ് തന്നെയാണ് അവിടെയും വരുന്നത്. ഇവിടെ എന്താണ്, CGLനാവുമ്പോൾ CGLന് സെക്ഷൻ 3 ആയിട്ട് എന്തുണ്ട്, കമ്പ്യൂട്ടർ നോളജ് ടെസ്റ്റ് ഉണ്ട്. അത് 20 മാർക്കിനാണ് ചോദിക്കുന്നത്. അഡീഷണൽ ഒരു 5 മാർക്ക് കൂടുതലാണ്. 20 മാർക്കിനാണ് ഏത് ചോദിക്കുന്നത്, CGLൽ ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, നമ്മൾ ഓട്ടോമാറ്റിക്കലി പഠിച്ചതാണ് മാത്സ് റീസണിങ് ഇംഗ്ലീഷ് GK. അതിൻ്റെ ഒപ്പം സെക്കൻഡ് ടയർ 2 അതായത് മെയിൻസ് എക്സാമിനേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ നോളജ് ടെസ്റ്റും കൂടെ ഉണ്ടെന്നുള്ള കാര്യം ആലോചിക്കുക. അത് എത്രയാണ്, 20 ക്വസ്റ്റ്യൻസ് 3 മാർക്ക് വെച്ച് 60 മാർക്കിനാണ് ചോദിക്കുന്നത്. അങ്ങനെയാണ് ആ ഒരു സെറ്റ് ഓഫ് മാർക്കാണ് ഏതിൽ വരുന്നത്, നമ്മുടെ CGL ടയർ 2 വരുന്നത്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താണ്, മൊഡ്യൂൾ 2 ഡേറ്റ എൻട്രി സ്പീഡ് ടെസ്റ്റ് ഉണ്ട്, ടൈപ്പിംഗ് ടെസ്റ്റ് ഉണ്ട്.
CGL ചില പോസ്റ്റുകൾക്ക് എന്താണ് മെയിൻ പോസ്റ്റുകൾക്ക് ചിലതിൽ എന്തുണ്ട് ടൈപ്പിംഗ് ടെസ്റ്റും കൂടെ വേണം. 35 വേർഡ്സ് പെർ മിനിറ്റ് ആണ് നിങ്ങളുടെ 35 വേർഡ്സ് പെർ മിനിറ്റ് ആണ് നിങ്ങൾക്ക് വരേണ്ടത്. അപ്പോൾ അതെന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്യണം. അതിന് നിങ്ങൾ എന്ത് ചെയ്യുക, ടയർ 1 പാസ്സാവുന്ന സമയത്ത് എന്ത് ചെയ്യുക, ഒന്ന് ടയർ 1 പാസ്സാകുമ്പോൾ അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഇപ്പോഴും നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഉറപ്പാണ് നിങ്ങൾ CGL ടയർ 1 പാസ്സാവുമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടൈപ്പിംഗ് ടെസ്റ്റിനും പോയി പഠിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ പഠിക്കുമ്പോൾ 35 വേർഡ്സ് പെർ മിനിറ്റ് എന്ന രീതിയിൽ ഡേറ്റ എൻട്രി സ്പീഡ് ടെസ്റ്റ് ഉണ്ട്. അതിന് എന്താണ് ക്വാളിഫയിങ് എന്നുള്ള രീതിയിലാണ്. അത് ഇത്ര മിനിറ്റ് കൊണ്ട് നിങ്ങൾ അടിച്ച് തീർക്കണം. ആ ഒരു ക്വാളിഫയിങ് സെക്ഷനും കൂടെയാണ് സെക്ഷൻ 3 വെച്ചിരിക്കുന്നത്. ഇതേപോലെ തന്നെയാണ് CHSL വരുന്നത്. CHSL കണ്ടോ 40-20 ക്വസ്റ്റ്യൻസ് വീതം 1 മണിക്കൂറാണ് നിങ്ങൾക്ക് എന്ത് ചെയ്തിരിക്കുന്നത്, മാർക്കിംഗ് ചെയ്തിരിക്കുന്നത്. അവിടെ കമ്പ്യൂട്ടർ എത്രയാണ്, 15 ആണ്. മറ്റിടത്ത് എത്രയായിരുന്നു, 20 മാർക്ക് എന്തോ അല്ലായിരുന്നു, 25 മാർക്ക് എന്തോ ആയിരുന്നു. അപ്പോൾ ആ ഒരു രീതിയിലാണ് കമ്പ്യൂട്ടർ നോളജ് ടെസ്റ്റിന് അതിൻ്റെതായ ഡിഫറൻസ് ഉണ്ട്. ഇവിടെ എന്താണ്, മറ്റിടത്ത് കമ്പ്യൂട്ടറിന് കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് ഉണ്ട് CGL ആയതുകൊണ്ട്. CHSL 15 മാർക്കാണ് കമ്പ്യൂട്ടറിന് ചോദിക്കുന്നത്, അതിന് 15 മിനിറ്റും തരും. ഓക്കെ, പക്ഷേ നമ്മുടെ CHSL ടയർ 2 എക്സാമിൽ സെഷൻ 2 എന്താണ് 25 മാർക്ക് വീതം മാറ്റി നിർത്തി തന്നെ ചോദിക്കും. അതായത് സ്കിൽ ടെസ്റ്റും ടൈപ്പിംഗ് ടെസ്റ്റും ആവശ്യമുള്ള പോസ്റ്റുകളുണ്ട്. സ്കിൽ ടെസ്റ്റ് അല്ലെങ്കിൽ ടൈപ്പിംഗ് ടെസ്റ്റ് ആവശ്യമുള്ള JSA എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കിലൊക്കെ ഉള്ളതും അല്ലെങ്കിൽ സ്കിൽ ടെസ്റ്റ് ആണ് ഫോർ DEOs ഡേറ്റ എൻട്രി ഓപ്പറേറ്ററിന് സ്കിൽ ടെസ്റ്റും ടൈപ്പിംഗ് ടെസ്റ്റ് ഏതിനാണ് LDCക്കും JSA സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോസ്റ്റിനും ഒക്കെ എന്താണ് ടൈപ്പിംഗ് ടെസ്റ്റും ഉണ്ട്. ടൈപ്പിംഗ് ടെസ്റ്റും ഉണ്ട്, സ്കിൽ ടെസ്റ്റും ഉണ്ട്. അത് 15-10 മിനിറ്റ് വീതം ഓരോ പോസ്റ്റ് അനുസരിച്ച് നിങ്ങൾ ഏത് പോസ്റ്റിനാണോ സെലക്ട് ആയത് ആ പോസ്റ്റിനനുസരിച്ചിട്ടുള്ള ടെസ്റ്റ് ഉണ്ട്. എന്തായാലും ടൈപ്പിംഗ് ഉണ്ട് രണ്ടിനും എന്നുള്ളൊരു കാര്യം കൃത്യമായി മനസ്സിലാക്കിയിരിക്കുക. 35 വേർഡ്സ് പെർ മിനിറ്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ടി വരും. രണ്ടിനും ഉണ്ട്, CGL-നും ഉണ്ട് CHSL-നും ഉണ്ട്. നിങ്ങൾക്ക് ഏത് പോസ്റ്റാണോ കിട്ടുന്നത് ആ പോസ്റ്റ് അനുസരിച്ചായിരിക്കും അതിൻ്റെ ഇത് വരുന്നത്. എന്തായാലും സബ്ജക്ട്സുകൾ മനസ്സിലാക്കുക. മാത്സ്, റീസണിങ്, ഇംഗ്ലീഷ്, GK, അതിൻ്റെ ഒപ്പം എന്തുകൊണ്ട് നമ്മുടെ കമ്പ്യൂട്ടറും ഉണ്ടെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിയാൽ മതി. രണ്ടും സെയിം ആണെന്നുള്ളൊരു കാര്യം ആലോചിക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ വളരണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, എല്ലാ സിലബസും ഫസ്റ്റ് എന്ത് ചെയ്യണം, കവർ ചെയ്യണം. സിലബസ് കവർ ചെയ്ത് അതിനനുസരിച്ച് പഠിച്ചാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, അത്രത്തോളം നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ നമ്മൾ കട്ട് ഓഫ് എടുത്തിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് CHSL എന്ന് പറയുന്നത് CHSL-ഉം CGL-നെയും കമ്പയർ ചെയ്യുമ്പം CHSL-ന് എപ്പോഴും എന്താണ് കോമ്പറ്റീഷൻ കൂടുതൽ എന്ന് പറയാൻ കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ തന്നെ CGL-ലുള്ള ആൾക്കാർക്ക് എന്ത് എഴുതാം, CHSL എഴുതാമല്ലോ. CGL പഠിക്കുന്നവർക്ക് എഴുതാം, എന്ത് പഠിക്കുന്നവർക്കായാലും എന്ത് എഴുതാം, CHSL എഴുതാം. കുറച്ചും കൂടെ എന്താണ് +2 ലെവൽ ആയതുകൊണ്ട് എല്ലാവരും +2 പാസ്സായവരായിരിക്കും. അതുകൊണ്ട് തന്നെ അവിടെ കോമ്പറ്റീഷൻ കൂടുതലായിരിക്കും, വാക്കൻസി കുറവും കോമ്പറ്റീഷൻ കൂടുതലും ആയിരിക്കും. ആ ഒരു രീതിയിലായിരിക്കും വരുന്നത്. അതുകൊണ്ട് തന്നെ CHSL-ന്റെ ടയർ 1 കട്ട് ഓഫ് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. 2024 കട്ട് ഓഫ് നിങ്ങൾ കാണുന്നുണ്ടോ, നമുക്ക് 200 മാർക്സിനാണ് ടോട്ടൽ വരുന്നത്. ആ 200-ൽ എത്രയാണെന്ന് നോക്കിയേ. UR കാറ്റഗറി, ജനറൽ കാറ്റഗറി വന്നത് 176 ആണ്. ഏത് പോസ്റ്റിന്, ഡേറ്റ എൻട്രി DEO എന്ന് പറയുന്ന പോസ്റ്റ്. അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു പോസ്റ്റ് കേട്ടോ. ഇതിലുള്ള മെയിൻ പോസ്റ്റ് ആണ് DEO. അതുകൊണ്ട് തന്നെ അതിന്റെ റിസർവ്ഡ് കാറ്റഗറിക്ക് എത്രയാണ്, 176 ആണ് വന്നത്. അത്യാവശ്യം കൂടുതൽ ആൾക്കാർ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ കൊടുക്കുന്നതുകൊണ്ടാണ് 176 അൺറിസർവ്ഡ് കാറ്റഗറിക്ക് UR കാറ്റഗറിക്ക് വന്ന. SC-ക്ക് പോലും നിങ്ങൾ കണ്ടോ 166 മാർക്കുണ്ട്, 165 ഉണ്ട്. അതർ ബാക്ക്വേർഡിനും 176, OBC-ക്കും 176 ആണ് കട്ട് ഓഫ് വന്നത്. 200-ന് 176. അപ്പൊ നിങ്ങൾ ഈ കാണുന്നുണ്ടല്ലോ 200-ന് 176 മാർക്ക് എന്ന് പറഞ്ഞാൽ എത്ര ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണം, എത്ര എണ്ണമേ നെഗറ്റീവ് ആവാൻ പാടുള്ളൂ, എത്ര ക്വസ്റ്റ്യൻസ് നമ്മൾ ഓവറോൾ കവർ ചെയ്യണം എന്നുള്ളൊരു കാര്യം നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണം. കാരണം അതൊരു നിസ്സാരമായ ഒരു കട്ട് ഓഫ് അല്ല. പക്ഷെ ഇങ്ങനെയാണ് നമ്മുടെ കട്ട് ഓഫുകൾ വരുന്നത് CGL-നെയും CHSL-നെയും. ഈ പറയുന്ന CHSL-ന്റെ കട്ട് ഓഫ് നോർമൽ കാറ്റഗറിക്ക്, അതായത് ഇതെന്ന് പറയുമ്പോൾ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ പോസ്റ്റ് ആയതുകൊണ്ടാണ് അങ്ങനെ വന്നത്. ഇനി അടുത്ത് LDC ഉണ്ട്, JSA എന്ന് പറയുന്ന പോസ്റ്റും ഉണ്ട്. ഈ 2 പോസ്റ്റിലേക്കുള്ള കട്ട് ഓഫ് എന്ന് പറയുന്നത് UR-ന് 157 ആണ് വന്നത്. 157 അത് ഏകദേശം നമുക്ക് എല്ലാ പേർക്കും പറ്റുന്ന കാര്യമാണ് അല്ലേ. 157 ഏകദേശം നമ്മുടെ നോർമലൈസേഷൻ മാർക്കൊക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഏകദേശം 150-ന് മുകളിൽ വാങ്ങിക്കുന്നവർ 150 റേഞ്ചിൽ പഠിക്കുന്നവർക്ക് ഉറപ്പായിട്ടും കയറാൻ പറ്റുന്നതാണ് ഈ ഒരു LDC JSA പോസ്റ്റ് എന്ന് പറയുന്നത് അല്ലേ. അത്യാവശ്യം പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക, അതിനനുസരിച്ച് അത്യാവശ്യം എന്താണ് നമുക്ക് നിസ്സാരമായിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല CHSL-ഉം CGL എന്ന് പറയുന്നത്. നല്ല വർക്ക് ലോഡ് ഉള്ളതും നല്ല സിലബസ് കവർ ചെയ്യേണ്ട ആവശ്യം നമുക്ക് വരുന്നുണ്ട്. നല്ല സ്പീഡ് ഉണ്ടായിരിക്കണം. ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം അതാണ്. 1 മണിക്കൂർ സമയമാണ് നമുക്ക് എന്തിനുള്ളത്, പരീക്ഷയ്ക്കുള്ളത്. CGL ആയിക്കോട്ടെ CHSL ആയിക്കോട്ടെ, ആ 1 അവറിൽ നമ്മൾ അത്രയും 100 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുക എന്ന് പറയുന്നത് നമുക്ക് ഏറ്റവും ടാസ്ക് ആയിട്ടുള്ള കാര്യമാണ്. ഇനി എത്രയൊക്കെ അറിയാമെങ്കിലും നമുക്ക് ആ ഒരു സമയത്തുള്ള നമ്മുടെ പേടിയും നമുക്ക് ആ പെട്ടെന്ന് നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യുന്ന കാര്യങ്ങളും എല്ലാം ആലോചിക്കുമ്പോൾ നമുക്ക് ടെൻഷനൊക്കെ അടിക്കുമ്പോൾ 1 അവർ എന്ന് പറയുന്നത് ഒരിക്കലും എനഫായിട്ടുള്ള ഒരു ടൈം അല്ല. നമ്മുടെ ടൈമിലാണ് പലപ്പോഴും നമുക്ക് എന്ത് ചെയ്യുന്നത്, ഇതൊക്കെ ലാഗായി പോകുന്നത്. അതുകൊണ്ട് നിങ്ങളെ 6 മാസം നിങ്ങൾ മാക്സിമം
എന്ത് ചെയ്യുക, അത് കൃത്യമായി മനസ്സിലാക്കി തന്നെ കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. 157 അല്ലെങ്കിൽ 150 എന്ന് പറഞ്ഞൊരു മാർക്കിലേക്ക് CHSLനെ അടുപ്പിക്കാനായിട്ടുള്ള ശ്രമങ്ങളായിരിക്കണം നിങ്ങളുടെ ഇനിയുള്ള ദിവസങ്ങളിൽ ഉണ്ടാവേണ്ടത്. ചുമ്മാ പഠിച്ചിട്ട് കാര്യമല്ല, കട്ട് ഓഫ് അറിഞ്ഞ് തന്നെ പഠിക്കുക. ഇനിയിപ്പോൾ എത്ര വാക്കൻസി കൂടിയാലും എത്ര വാക്കൻസി കുറഞ്ഞാലും നിങ്ങളുടെ ഒരു മിനിമം ആവറേജ് എന്ന് പറയുന്നത് എപ്പോഴും എന്ത് ചെയ്യുക, കട്ട് ഓഫിനടുത്ത് പഠിക്കുക എന്നുള്ളൊരു കാര്യമാണ്. ആ ഒരു രീതിയിൽ തന്നെ പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഉടനെ എഴുതിയാൽ കിട്ടുന്ന ഒരു സംഭവമല്ല ഈ ഒരു എക്സാംസുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ അതിനു വേണ്ടി നിങ്ങളുടെ ടൈമും നിങ്ങളുടെ എനർജിയും എല്ലാം സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളുടെ CHSL അല്ലെങ്കിൽ CGL എന്ന് പറഞ്ഞാൽ വലിയൊരു പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് എൻട്രി ഉണ്ടായിരിക്കും. CGL ടയർ 1 കട്ട് ഓഫ് JSOD വന്നത് കാണുന്നുണ്ടല്ലോ. നമുക്ക് അവിടെ 176 ആയിരുന്നു മെയിൻ പോസ്റ്റിലേക്ക്. ഇവിടെ JSO എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റിസ്റ്റിക് ഒക്കെ എഴുതിയവർക്ക് മാത്രമേ ചിലപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസറായിട്ട് കിട്ടത്തുള്ളൂ. അതിന് സ്റ്റാറ്റിസ്റ്റിക്സ് അല്ലെങ്കിൽ എക്കണോമിക്സ്, ഫിനാൻസ് ഒക്കെ പോലുള്ള ഡിഗ്രി എടുത്തവർക്കായിരിക്കും വന്നിട്ടുള്ളത്. എന്തായാലും അതിന്റെ കട്ട് ഓഫ് നോക്കുക 167. എന്തുകൊണ്ട് നോക്കിയാലും നേരത്തെ പറഞ്ഞ 176-നെക്കാളും കുറവാണ്. അതാണ് പറയുന്നത്. CGL-ന് എപ്പോഴും എന്താണ് ഏകദേശം CHSL-നെക്കാളും കട്ട് ഓഫ് ചിലപ്പോൾ കുറഞ്ഞു നിൽക്കും എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അത് കഴിഞ്ഞാൽ നമ്മുടെ CGL-ന്റെ മെയിൻ കട്ട് ഓഫ് വരുന്ന മെയിൻ ആയിട്ടുള്ള സബ്ജക്റ്റുകൾക്ക് വരുന്ന കട്ട് ഓഫ് എന്ന് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. UR-ന് 153 ആണ് വന്നത്. 153 ആണ് വന്നത്. അതും അത്യാവശ്യം ഓക്കെ അല്ലേ? നിങ്ങൾക്ക് 153 എന്ന് പറയുന്ന ഒരു സ്കോർ 150+ എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. ഏകദേശം 150ഓളം മാർക്ക് നോർമലി സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് നോർമലൈസേഷനും കൂടെ കയറി കഴിഞ്ഞാൽ ഏകദേശം 153-നെക്കാളും കൂടുതൽ മാർക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ സെറ്റ് ചെയ്യേണ്ട കാര്യം CGL-ന് എന്താണ് എപ്പോഴും CHSL-നെക്കാളും കട്ട് ഓഫ് കുറഞ്ഞ് തന്നെയാണ് വന്നിട്ടുള്ളത്. കാരണം അതിൻ്റെ കോമ്പറ്റീഷൻ കൊണ്ടാണ് കേട്ടോ. അതിൻ്റെ അത്രയും വാക്കൻസി കുറവുമാണ്, കോമ്പറ്റീഷൻ കൂടുതലുമാണെന്നുള്ളൊരു കണ്ടീഷൻ കൊണ്ടാണ്. എന്തായാലും നമ്മുടെ സ്കോറിങ് എപ്പോഴും എന്ത് ചെയ്യുക, 200-ൽ ഇത്ര മാർക്കിന് മുകളിൽ 150-ന് മുകളിൽ വാങ്ങിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ സേഫ് ആണെന്ന് തന്നെ പഠിക്കുക. അതുവരെ ആ ഒരു റേഞ്ച് ഓഫ് മാർക്ക് കിട്ടുന്നവരെ നിങ്ങൾ എന്ത് ചെയ്യുക, കഷ്ടപ്പെട്ടേ പറ്റുള്ളൂ. എങ്കിൽ മാത്രമേ CHSL അല്ലെങ്കിൽ CGL എന്ന് പറഞ്ഞ ഒരു ടാസ്ക് ആയിട്ടുള്ള ഒരു ജോബിലേക്ക് നമുക്ക് എൻട്രി ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ആ ഒരു കാര്യങ്ങൾ ആലോചിക്കുക. SSC എന്ന് പറഞ്ഞൊരു എക്സാമിനേഷൻ നമ്മുടെ വർഷം തോറും നടത്തുന്ന ഒരു കാര്യമാണ്. അപ്പൊ അതിന് വരുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുക. SSC CHSL വേക്കൻസി 2024 വിളിച്ചത് കണ്ടല്ലോ. 3900 എത്രയാണ് വിളിച്ചത്? 3954 എന്ന് പറയുന്ന രീതിയിലാണ്. 3954 എന്ന് പറയുന്ന രീതിയിലാണ് വിളിച്ചത്. ഏകദേശം 4000 അടുപ്പിച്ച് വാക്കൻസിയാണ് 2024 വിളിച്ചത്. പക്ഷെ അതിനുവേണ്ടി അപ്ലൈ ചെയ്ത ആൾക്കാർ കണ്ടോ, 34 ലക്ഷത്തിൽ പുറത്താണ് ആൾക്കാർ അപ്ലൈ ചെയ്തത്. 34 lakh പ്ലസ് ആൾക്കാർ വെറും 3954 വേക്കൻസിക്ക് വേണ്ടി അപ്ലൈ ചെയ്തു എന്ന് പറയുമ്പോൾ അതിന്റെ സീരിയസ്നെസ് നിങ്ങൾ മനസ്സിലാക്കണം. ഇത് കഴിഞ്ഞ വർഷത്തിന്റെ റിസൾട്ട്. കാരണം CHSL-ഉം CGL-ഉം ഒക്കെ എല്ലാ വർഷവും നടത്തുന്നു. എന്നിട്ടും എന്താണ് ആ കോമ്പറ്റീഷൻ കുറയുന്നില്ല. കാരണം എന്താണ്, ഈ കട്ട് ഓഫിലേക്ക് അടുക്കുക എന്നുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ 1 വർഷം 2 വർഷം അടുപ്പിച്ച് എന്ത് ചെയ്യുക, എല്ലാവരും കഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അതിലേക്ക് നിങ്ങളും ആ ഒരു റേഞ്ച് ഓഫ് സെറ്റിലേക്ക് എത്തുക എന്നുള്ളൊരു കാര്യം ആലോചിക്കുക. 34 ലക്ഷം ആൾക്കാർ അറ്റൻഡ് ചെയ്തതിൽ ആ ടയർ 2-ലേക്ക് എൻ്റർ ചെയ്തത് വെറും 41,000 ആൾക്കാരാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇവരെന്ത് ചെയ്തിട്ടുണ്ട്, SSC-ക്കാർ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം റിലീസ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നറിയാം 41,000 സംതിങ് ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മുടെ CHSL ടയർ 2-ലേക്ക് അപ്ലൈ ചെയ്ത് CHSL ടയർ 2-ലേക്ക് സെലക്റ്റഡ് ആയിട്ടുണ്ട്. പക്ഷേ എത്ര പേരെ സെലക്ട് ചെയ്യുള്ളൂ? അതിൽ നിന്നും 3954 ആൾക്കാരെ സെലക്ട് ചെയ്യുള്ളൂ. 41,000 ഉണ്ടെങ്കിലും 3954 ആൾക്കാരെ സെലക്ട് ചെയ്യുള്ളൂ. ആ ഒരു കാര്യമുണ്ട്. നമുക്ക് എപ്പോഴും ടാസ്ക് ആണ് ആ ഒരു രീതിയിൽ പഠിക്കുകയാണെങ്കിൽ. പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ മാക്സിമം കൊടുത്ത് പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. CGL-ന് വന്നത് 17,727 വാക്കൻസിയാണ്. 36 lakh പ്ലസ് ആൾക്കാർ അപ്ലൈ ചെയ്തു. അതിലും ഇതുപോലെ തന്നെയാണ്. ഇത്ര ആൾക്കാർ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, ടയർ 2-ലേക്ക് സെലക്ട് ആവും, മെയിൻസിലേക്ക് സെലക്ട് ആവും. അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ, ചുറ്റും നോക്കുകയാണെങ്കിൽ കോമ്പറ്റീഷൻ കൂടുതലാണ്, വാക്കൻസി കുറവാണ്. എന്നും ഇങ്ങനെ തന്നെയാണ്. ഇതിനൊന്നും മാറ്റങ്ങൾ ഉണ്ടാവത്തില്ല. വാക്കൻസി ചിലപ്പോൾ കുറയും, ചിലപ്പോൾ കൂടും, ചിലപ്പം ഈ ഒരു കണ്ടീഷൻ തന്നെയായിരിക്കും തുടരുന്നത്. പക്ഷേ ആപ്ലിക്കേഷൻസിൻ്റെ നമ്പർ എന്നും എന്ത് ചെയ്യുക, കൂടും. ഈ ഒരു സിസ്റ്റത്തിലേക്ക് എൻ്റർ ചെയ്യുന്ന ആൾക്കാർ 1-2 ആൾക്കാരല്ല, 1,00,000 ആൾക്കാർ എന്ത് ചെയ്യും, ഓരോ വർഷം കൂടുന്തോറും കൂടുകയുള്ളൂ. ഒരിക്കലും അത് കുറയാനുള്ള ചാൻസ് വളരെ അപൂർവമാണ്. അപ്പം നിങ്ങളുടെ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക, കൊടുക്കുക. എത്രയും പെട്ടെന്ന് നമുക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ അത്രയും പെട്ടെന്ന് ഈ കോമ്പറ്റീഷൻ വേൾഡിൽ നിന്ന് നമുക്ക് ഇറങ്ങാം. ആ ഒരു കാര്യമാണ് നിങ്ങളുടെ തോട്ട് പ്രോസസ്സിൽ ഉണ്ടാവേണ്ടത്. അപ്പം അത്രയും കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക, പഠിച്ചു തുടങ്ങുക. പഠിക്കാനുള്ള സമയം നിങ്ങൾക്ക് ആവശ്യത്തിലധികമുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ടൈം എന്ന് പറയുന്നത്
നിസ്സാരമല്ല. നിങ്ങളുടെ 6 മാസ സമയം നിങ്ങൾ മാക്സിമം നല്ല രീതിയിൽ തന്നെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഏകദേശം ഒരു രീതിയിൽ തന്നെ എത്താൻ പറ്റും. ആ ഒരു റേഞ്ച് ഓഫ് സേഫ് സ്കോറിൽ ഉള്ളിൽ എത്താൻ പറ്റും. അത് നിങ്ങളിൽ തന്നെ എന്ത് ചെയ്യും, ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കും. അപ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ബാക്കിയുള്ള എക്സാംസ് ക്ലിയർ ചെയ്യാനുള്ള ആ ഒരു എന്ത് കിട്ടും, നിങ്ങൾക്ക് ആ ഒരു സെൻസ് നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പം അതിനുവേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുക. CGL പഠിക്കുന്നവർ CHSലും കൂടെ ഒപ്പം തന്നെ കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുക. നന്നായിട്ട് പഠിക്കുക. CHSന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരായാലും നല്ല സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം നല്ല രീതിയിൽ 6 മാസ സമയം യൂസ് ചെയ്യുക തന്നെ ചെയ്യുക. അപ്പം ഇത്രയും കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി കട്ട് ഓഫ് റേഞ്ചിൽ ഒരു സെറ്റ് ഓഫ് മാർക്ക് സെറ്റ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കുക. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്നായിട്ട് പഠിക്കാൻ പറ്റട്ടെ എല്ലാവർക്കും. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.